മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ. മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. ഇപ്പോൾ നേടൂ മൈൻഡ് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ 25% വരെ ഓഫ്. സത്യത്തിൻ്റെ തുറമുഖമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കോഴിക്കോടൻ കടൽ തീരത്ത് നിങ്ങളീ കാണുന്ന എല്ലാ മരങ്ങളും വച്ചുപിടിപ്പിച്ചത് ഈ ഒരു മനുഷ്യനാണ്. ഇത് പലതവണ വെട്ടിക്കളയാൻ ശ്രമമുണ്ടായി. വൃക്ഷസ്നേഹിയായ ഈ മനുഷ്യൻ ഇതിൻ്റെ ഓരോ കൊമ്പ് പൊട്ടി വീഴുമ്പോഴും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് അത് നോക്കിക്കാണുന്നത്. 2009 ഞാൻ ഇവിടെ 7 മരം വെച്ച്, അത് കുറേ ആൾക്കാർ നശിപ്പിച്ച്. പിന്നാണ് ഞാനും അവധിയും കൂടിയിട്ട് ഈ കണ്ട മരങ്ങൾ മുഴുവൻ വെച്ചത് 2019. മരത്തിന് വെച്ച് പിന്നെ 9 തെങ്ങ് തൈ വെച്ച്, അത് മുഴുവൻ നാട്ടുകാർ നശിപ്പിച്ച്. നാട്ടിൽ വെച്ചാൽ ഇവിടെ ആൾക്കാർ തന്നെ, പുറമെന്ന് വന്ന ആൾക്കാരൊന്നല്ല, ഇവിടെ ആൾക്കാർ തന്നെ നശിപ്പിച്ച്. നീളത്തിൽ വെച്ച് തൈ എല്ലാവരും വന്ന് ആ തൈയൊക്കെ ഫോട്ടോ എടുത്ത് നല്ല വലുപ്പമുള്ള തയ്യേന് ഓരോ സ്ഥലത്ത് പോയി പറിച്ചുകൊണ്ടിരാ ഞാനും അവധി എല്ലാ മരങ്ങളും. അങ്ങനെ ഊരാലുങ്ങൾ വലിയ പണി തുടങ്ങുമ്പോൾ അതൊക്കെ സൈഡാക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറയും പറ്റൂല പറഞ്ഞു. അങ്ങനെയാണ് ഓല് ഇന്നെ ഊരാലിനെ റൗണ്ട് ഇട്ട് നിന്നു. ബാക്കിയുള്ള ഇവിടുന്ന് സ്റ്റേജിൻ്റെ ബാക്കിൽ വരെ മരം ഞങ്ങൾ വെച്ചാൽ ഞാനും അതൊക്കെ പോയി. നമുക്ക് ഭ്രാന്താന്ന് അവര് പറഞ്ഞത്. വേറെ വെച്ച് പിടിപ്പിച്ചൂടെ, ഇങ്ങനെ മരം വെച്ച് പിടിപ്പിക്കണത്. മാവ് വെച്ചിട്ടൂടെ, മാവ് ആര്യപ്പ് വരെ കുഴിച്ചിട്ട് ആൾക്കാർ പറിച്ചുകൊണ്ട് പോവുക. ആര്യപ്പ് ഒരു 10 തൈ ഉണ്ട് കുഴിച്ചിട്ട്. ആ കരിന്തേച്ച് അതിനുള്ളിൽ കരിന്തേച്ച് എല്ലാ മരത്തിനോടും കുഴിച്ചിട്ടില്ല. അതിൽ ഒരൊറ്റ കൊമ്പ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആൾക്കാർ അതിൻ്റെ മുകളിൽ തന്നെ ആൾക്കാർ തൂങ്ങുക കയറി പെൺകുട്ടികളെ ആ സീനെ ഒളിപ്പിച്ച് തൂങ്ങിക്കാണ്ട്. ഇതേമാതിരി എല്ലാ മരത്തിലോട്ടും വെച്ചാ കേട്ടോ. ഇതെല്ലാ മരത്തിൻ്റെ കൂടെ ഈ കരിന്തേച്ചിൻ്റെ കൊമ്പ് പിടിച്ചിട്ടാ ആൾക്കാർ തന്നെ കൊമ്പ് പിടിച്ചിട്ട് പെൺകുട്ടികൾ വരെ ഇതിനെ ഒളിപ്പിച്ച് തൂങ്ങുക. പിന്നെ ഈ 2 മരം കുഴിച്ചിട്ട് ഓവലെട്ടണ സെൻറ്ററിലെ വണ്ണുള്ള മരം ഞാൻ കുഴിച്ചിട്ടാ. നല്ല വെയിലല്ലേ, ഒരു 4 ആൾക്ക് വന്ന് ഇരിക്കാൻ കഴിയില്ല. രാവിലെ തന്നെ ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരും. ഓല് വന്നാൽ ഈ തിണ്ടുമലായിരിക്കുക. അന്നേരം ഈ തിണ്ടുമല ഗോവലട്ടം വെച്ചാണ് ഈ ഐസ്ക്രീം പാർലർ ഹോട്ടൽ അടച്ചിരിക്കും. മൂപ്പര് വെച്ചാണ് 2 വതമരം, ഒന്ന് അപ്പുറവും ഒന്ന് ഇപ്പുറവും. അത് നടുക്കുള്ള ഞാൻ വെച്ചാ ഈ വലിയ മരം 19 ലക്ഷം വെച്ചാ താഴത്തുള്ള കംപ്ലീറ്റ്. എൻ്റെ കച്ചവടമാണ്. ആ രാവിലെ വന്നു കഴിഞ്ഞാൽ തന്നെ നനയ്ക്കലും പിടിക്കലും തൈ വെക്കലും ഒക്കെ തന്നെയാണ് ഞാൻ. എൻ്റെ കൂടെ ഒരാളുണ്ട് അവതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പുതിയ അടവുള്ള. ഓനെ പേടി എല്ലാവർക്കും. ഓനെ ആരെയും കൊമ്പ് പിടിച്ച് പൊട്ടിച്ച് അവൻ വേനാക്കും, ചീത്ത പറയും. അങ്ങനെയാണെങ്കിൽ മരം പിടിച്ചിട്ട് ആ ഒരു മരയ്ക്കണ് ഇതിൻ്റെ കൂടുതൽ മരം വെച്ചിനി. അതെല്ലാവരും കൂടെ എല്ലാവരും എല്ലാം അവിടെ ആൾ കച്ചവടക്കാരൻ നശിപ്പിക്കണം. അങ്ങനെ ആയിട്ട് 4-5 എൻ്റെ സ്നേഹിതന്മാർ കൂടി വെച്ച മരമാണ് ഒരു നോൽമ്പിന്. ആ നശിപ്പിക്കുന്ന ആളോ പറഞ്ഞ് ഇഞ്ഞ മരം ഉണങ്ങിയാൽ നിങ്ങളെ കച്ചവടം ഉണ്ടാവില്ല. ആ മരം മര്യാദയ്ക്ക് പിടിക്കും. ആയ ചെയ്യാൻ ചെടി എത്ര വലിയ ചെടിയൊക്കെ പോയില്ലേ, കംപ്ലീറ്റ് ചെടി വെച്ചിട്ട് ഇവിടെ. ആ പോഷണങ്ങളൊക്കെ ചെടിയാണ്. ചെടി കംപ്ലീറ്റ് ആൾക്കാരെടുത്തുണ്ട്. ഇത് ഞങ്ങൾ 2-3 പേരുണ്ട കൂടി ഉണ്ടാക്കിയ തോണിയാ. ആ മീൻ എല്ലായിടത്തും പശുക്കളൊന്നും കുടിക്കുന്നു, നശിപ്പിക്കുന്നു. നിറച്ച് കെപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് എടുത്തുണ്ട്. അതിപ്പോൾ എന്തായാലും വാങ്ങി കൊണ്ടിട്ടത്. അത് ഞങ്ങളിത് ആൾക്കാർക്ക് ഇരിക്കാൻ വെച്ചാൽ ഫുള്ള് ചെടികൾ രാത്രി നശിപ്പിക്കുക. രാത്രി നശിപ്പിക്കാൻ എടുത്തുണ്ട് ഈ കള. ആ മീൻ നിറച്ചിട്ടുണ്ടായി ആൾക്കാർ ഫുള്ള് രാത്രി അടിച്ചോണ്ടാണ്. നമ്മളോരോ ഐറ്റംസ് ഇന്നലെ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടിട്ടാ. ഉണ്ടാവില്ല. ആ കഥ ഞാൻ പറഞ്ഞേ വിടുന്നത്. ഈ പോഷന് മോൾ മൊത്തം ചെടി വെച്ചത്, ഒരൊറ്റ ചെടി. ഇവിടെ കാണാം ഡാൻസാ.